സംഘടനാപരമായിട്ടും ആശയപരമായിട്ടും നേതൃപരമായിട്ടും വലിയൊരു തകർച്ചയാണ് CPM നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ഘട്ടത്തിലാണ് കെ സുധാകരൻ്റെ ഒരു വലിയ ആവേശം ജനിപ്പിക്കുന്ന ഒരു പ്രസംഗത്തിൻ്റെ പ്രസക്തി നമുക്ക് തിരിച്ചറിയുന്നത്. ആ പ്രസംഗം ഒന്ന് കേൾക്കാം. 75 വർഷം കമ്മ്യൂണിസം ഭരിച്ച ഏകാധിപത്യ രാജ്യമായ സോവിയറ്റ് റഷ്യ, ആ സോവിയറ്റ് റഷ്യ പോലും ഛിന്ന ഭിന്നമാകുമ്പോ അതിന്റെ പിറകിൽ ഒരു സാംസ്കാരിക സംഘർഷത്തിന്റെ അടിയടികൾ ഉണ്ടായിരുന്നു എന്ന് ചരിത്രം പറയുന്നു. ഉദാത്തമായ ജനാധിപത്യം അനുവദിക്കുന്ന ഇന്ത്യ രാജ്യത്ത് എന്തുകൊണ്ടാണ് ആ സാംസ്കാരിക സംഘർഷം ഇല്ലാതെ പോയത് എന്ന് നിങ്ങൾ പരിശോധിക്കണം. എന്തുകൊണ്ടാണ് ആ സാംസ്കാരിക സംഘർഷം ഇന്ത്യയിൽ ഉണ്ടാകാതെ പോയത് എന്നാണ് അത് പരിശോധിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. നമുക്കറിയാം, CPM വിട്ട് സ്വതന്ത്രരായിട്ട് മത്സരിക്കുന്ന നിരവധി നേതാക്കൾ, പ്രമുഖരായിട്ടുള്ള നേതാക്കൾ, അതും കോൺഗ്രസ് പിന്തുണയോടുകൂടി. G. സുധാകരനുണ്ട്, TK ഗോവിന്ദനുണ്ട്, കുഞ്ഞികൃഷ്ണനുണ്ട്, അതേപോലെ CPM വിട്ട് BJPയിലേക്ക് പോയ രാജേന്ദ്രനെ പോലുള്ള നേതാക്കൾ, അങ്ങനെയുള്ള ഐഷ പോറ്റിയുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള വലിയ സംഘർഷങ്ങൾ ഇവർ പോയിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ ഇതൊന്നും ചർച്ച ചെയ്യുന്നത് മുഴുവൻ ഈ കോൺഗ്രസിലെ തിരഞ്ഞെടുപ്പ് പട്ടിക എന്തുകൊണ്ട് വൈകുന്നു എന്ന് പറയുന്ന വിഡ്ഢിത്തങ്ങളാണ്. കഴിഞ്ഞ 4 ദിവസവും മാധ്യമങ്ങൾ മുഴുവൻ കവർ ചെയ്തത് ഇത്തരത്തിലുള്ള അനാവശ്യ വാർത്തകളാണ്. ശരിയല്ലേ? ഒന്നാമത്തെ കാര്യം, ഒരു രാഷ്ട്രീയ പ്രവർത്തനം ഇപ്പം നമ്മൾ ആലോചിക്കേണ്ട കാര്യം, ഇതിനു മുമ്പ് ഒന്നും കേരളത്തിൽ ഉണ്ടാകാത്ത രീതി, അതാണ് പത്രങ്ങൾ മാധ്യമങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടിയിരുന്നതിനാണ്. ഒരിക്കലും കേരളത്തിൽ ഉണ്ടാകാത്ത രീതിയിൽ CPMൽ നിന്നും CPIയിൽ നിന്നും, ഈ രണ്ട് പാർട്ടികളുടെ വ്യത്യാസം ഏറ്റവും കൂടുതൽ ശക്തമായ സംഘടനാ രൂപമുള്ള പാർട്ടികളാണ്. ഇവരിൽ നിന്നാണ് നമ്മൾ സാധാരണ വാക്കപ്പെടുന്ന കൊഴിഞ്ഞുപോക്ക്, ഇലക്ഷൻ എടുക്കുമ്പോൾ സാധാരണ കൊഴിഞ്ഞുപോക്കുണ്ട് സ്ഥാനാർത്ഥി തന്നെ. അതല്ല, ഇത് പാർട്ടിയിൽ CPMൻ്റെ പല കമ്മിറ്റികളിലും, ജില്ലാ കമ്മിറ്റി, ജില്ലാ സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെയുള്ള കമ്മിറ്റികളിൽ വർഷങ്ങളായി പ്രവർത്തിച്ച സുധാകരൻ 68 വർഷമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. അങ്ങനെയുള്ള ആൾക്കാരാണ് CPMനോട് വിട പറഞ്ഞ് ഗുഡ് ബൈ പറഞ്ഞ് കോൺഗ്രസിലേക്കും ചിലരൊക്കെ BJPയിലേക്കും പോകുന്നത്. കാരണം കോൺഗ്രസിന് ഉൾക്കൊള്ളാൻ പറ്റാതെ മിച്ചം വരുമ്പോൾ ചിലപ്പോൾ ഇവരെങ്ങോട്ട് പോകും, BJPയിലേക്ക് പോകും. അപ്പോൾ ഇവിടെ ഏറ്റവും അതിൻ്റെ ക്ലാസിക് ഉദാഹരണം എന്ന് പറയുന്നത് G. സുധാകരൻ തന്നെയാണ്. ഒരാൾ G. സുധാകരൻ അങ്ങനെ പോകാനുള്ള കാരണം എന്താ? G. സുധാകരനെ പൂർണ്ണമായി പാർട്ടി അവഗണിച്ചു. അപ്പോൾ G. സുധാകരൻ പറഞ്ഞൊരു പ്രശ്നമുണ്ട്. മുൻകാലങ്ങളിൽ പാർട്ടിക്കകത്ത് ചർച്ചകളുണ്ടായിരുന്നു, സംഘർഷങ്ങളുണ്ടായിരുന്നു, സാംസ്കാരിക ചർച്ചകളുണ്ടായിരുന്നു, സാംസ്കാരിക വിനിമയത്തിനുള്ള വേദിയായിരുന്നു പാർട്ടി. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപപരിണാമങ്ങളിൽ ഈ സാംസ്കാരിക സംഘർഷത്തിനോ വിനിമയത്തിനുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെടുകയും ഏകശിലാരൂപം പോലെ, അതായത് സെൻട്രലൈസ്ഡ് ഡെമോക്രസി, കേന്ദ്രീകൃത ജനാധിപത്യം, മുകളിലുള്ളവൻ എന്ത് പറയുന്നു അതനുസരിക്കുക എന്നുള്ളത് മാത്രമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനാധിപത്യം, ഉൾപാർട്ടി ജനാധിപത്യം എന്ന് പറയുന്നത്. അങ്ങനെ നിർജീവമായി തലച്ചോറിന്, പാർട്ടിക്കും തലച്ചോറുണ്ട്, ആ തലച്ചോറ് ജീർണിച്ച് അഴുകിത്തുടങ്ങിയ അവസരമാണ് കേരളം. റഷ്യയിലും അതുപോലുള്ള മറ്റ് രാജ്യം, ഈവൻ വിയറ്റ്നാമിലുമൊക്കെ അത് അഴുകിയില്ലാതായി. ഇവിടെ അതിപ്പോഴും അഴുകുന്ന ജീർണതയുടെ പക്കത്തെത്തുന്നത്. ബംഗാളിൽ അഴുകിയില്ലാതായി, ത്രിപുരയിൽ അഴുകിയില്ലാതായി, ഇനി കേരളത്തിൽ കുറച്ച് മിച്ചമുണ്ട്, അതും ഈ തെരഞ്ഞെടുപ്പോടുകൂടി അഴുകിയില്ലാതാവും. ആ രീതിയിലാണ് പാർട്ടി ഇവർ വളർത്തിക്കൊണ്ടുവരുന്നത്. പാർട്ടിക്ക് ഭൗതികമായ നേതൃത്വം കൊടുക്കാൻ ആരുമില്ല. ഇപ്പോൾ താങ്കളോട് ചോദിച്ചാൽ, എന്നോട് ചോദിച്ചാൽ, താങ്കളോട് ചോദിച്ചാൽ ഉത്തരം പറയാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ റഷ്യയിലെ സാഹിത്യത്തിൽ നിന്നുള്ള പുസ്തകങ്ങളുടെ പേര് അറിയാമല്ലോ നമുക്ക്. ടോൾസ്റ്റോയുടെയും ഇപ്പോൾ ഇവരുടെ എല്ലാവരെയും, വിക്ടർ ഹ്യൂഗോയുടെ ഒക്കെ പുസ്തകങ്ങളെക്കുറിച്ച് അറിയാം. ഇന്ന് അങ്ങനെ ലോകം ചർച്ച ചെയ്യപ്പെടുന്ന ഏതെങ്കിലും സാഹിത്യ സൃഷ്ടികൾ, നമ്മുടെ ബൗദ്ധിക മണ്ഡലത്തെ പ്രചോദിപ്പിക്കുന്ന ഏതെങ്കിലും സാഹിത്യ സൃഷ്ടികൾ ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് സാഹിത്യം ഇറങ്ങുന്നുണ്ടോ? പറയാമോ? നമ്മൾ ടോൾസ്റ്റോയുടെ യുദ്ധവും സമാധാനവും ചർച്ച ചെയ്ത പോലെ ഏതെങ്കിലും ഒരെണ്ണം, കരമസോവ് സഹോദരന്മാരെ പറ്റി പഠിച്ച പോലെ ഒരു പുസ്തകമെങ്കിലും ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഈ രാജ്യങ്ങളിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടോ? അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം ജീർണിച്ച തലച്ചോറിൻ്റെ ഉടമസ്ഥരായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറി. ആ ജീർണതയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തകർച്ചയിലെത്തിച്ചത്. മാത്രമല്ല, ഈ സാംസ്കാരിക സംഘർഷത്തിൽ വീണ്ടും വേറെ മറുവശം തുടങ്ങും. അധികാരത്തിലിരിക്കുന്നതിനെ എതിർക്കാനുള്ള സംഘർഷം തുടങ്ങും. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ തുടർച്ചയായിട്ട് വരുന്നുണ്ട്. ഇപ്പോഴും ഓർക്കുന്നു, സ്റ്റാലിൻ്റെ മോള് എൻ്റെ പ്രൊണൗൺസിയേഷൻ കിട്ടേണ്ട സെറ്റ്ലനാവോ, ഇവരോട് സ്റ്റാലിൻ ചോദിക്കുകയാണ്, നമ്മുടെ ഭരണം, എൻ്റെ ഭരണത്തിൽ റഷ്യയിലെ ജനങ്ങളൊക്കെ സംതൃപ്തരല്ലേ? അവർക്ക് എല്ലാ സാധന റേഷനും കിറ്റും ഒക്കെ കിട്ടുന്നില്ലേ?
കാരണം ഇവർ പറയും അതൊക്കെ ശരിയാണ്, ആ രീതിയിൽ സംതൃപ്തരാണ്. പിന്നെന്താ പ്രശ്നം? അവർക്കാർക്കും സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുന്നില്ല. ഏത് സമയത്ത് പോലീസിൻ്റെയോ പട്ടാളത്തിൻ്റെയോ ബൂട്ട് വരുമെന്ന് അറിയത്തില്ല. എപ്പോഴാണ് അയൽവക്കത്ത് കയറി ആരെങ്കിലും പിടിച്ചോണ്ട് പോകുന്നതെന്ന് അറിയത്തില്ല. ഭീതിയുടെയും ഭയത്തിൻ്റെയും അന്തരീക്ഷത്തിൽ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട ഒരു ജനതയെ റഷ്യൻ ജനത മാറി. അതേ അനുഭവം നമ്മുടെ ഇന്ത്യയിലെ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന പാർട്ടി ഗ്രാമങ്ങളിലുണ്ട്. ആർക്കൊന്നും മിണ്ടാൻ പറ്റിയില്ല. ആ അവസ്ഥ ഇവിടെ ഉണ്ടാക്കിയെടുക്കാനാണ് പിണറായി നോക്കുന്നത്. പക്ഷെ ഫലം അവസാനം സംഭവിച്ചത് ഈ വിങ്ങിപ്പൊട്ടലുകളെല്ലാം കൂടെ മനുഷ്യൻ്റെ മനസ്സിൽ സംഭരിച്ച് വെച്ച നെഗറ്റീവ് എനർജി മുഴുവൻ സ്റ്റാലിനും അല്ലെങ്കിൽ ലെനിനും ഒക്കെ കൊടുത്ത നെഗറ്റീവ് എനർജി മുഴുവൻ ഒരു മാസം കൊണ്ട്, ഏതാനും മാസങ്ങൾ കൊണ്ട് പൊട്ടിത്തെറിച്ചു. ആ പൊട്ടിത്തെറിയിൽ ഗോർബച്ചോവ് നേതൃത്വം നൽകി റഷ്യൻ സാമ്രാജ്യം എന്ന് പറയുന്നത് പീറ്റേഴ്സ് ചക്രവർത്തിയുടെ കാലം തൊട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാലം തൊട്ട് ലോകത്തിലെ ഏറ്റവും പ്രബല സാമ്രാജ്യമായിരുന്ന റഷ്യൻ സാമ്രാജ്യം തകർന്ന് ഛിന്നഭിന്നമായി. ഇവിടെ കേരളത്തിൽ ഇന്ത്യയിൽ നമ്മൾ കണ്ടു. ബംഗാളിൽ 38 വർഷം തുടർച്ചയായിട്ട് ഭരിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇന്നവിടെ ആ പാർട്ടി ഇല്ല. അതിൻ്റെ തൊട്ടടുത്ത ത്രിപുരയിൽ ഇതേ സിറ്റുവേഷൻ തന്നെയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ നമുക്ക് എന്തുകൊണ്ട് ഈ സംഘർഷം, ഈ സിറ്റുവേഷൻ ഇന്ത്യയിൽ ഉണ്ടാകുന്നില്ല ഒരു ചോദ്യം സുധാകരൻ ചോദിക്കുന്നത്. അത് പരിശോധിക്കണം എന്നാണ്. എന്തുകൊണ്ടാണ് എന്തുകൊണ്ടുണ്ടാകുന്നില്ല? അത്തരത്തിലുള്ളൊരു വലിയ സാംസ്കാരിക സംഘർഷം ഇന്ത്യയിൽ ഉണ്ടാകുന്നില്ല. ഇന്ത്യ ഛിന്ന ഭിന്നമായിട്ട് പോകുന്നില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇന്ത്യയെ യോജിപ്പിച്ച് നിർത്തുന്ന സഹിഷ്ണുത എന്നൊരു വാക്കുണ്ട്. എനിക്കെതിരായ അഭിപ്രായം പറയുന്നവനെ, എൻ്റെ എതിർ വിശ്വാസങ്ങളിലുള്ളവൻ, മതപരമായാലും രാഷ്ട്രീയമായും അവനെ നമ്മൾ ബഹുമാനിക്കാനാണ് പഠിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ സുധാകരൻ്റെ ബാക്കി ഭാഗം കൂടി നമുക്കൊന്ന് കേൾക്കാം. പ്രത്യശാസ്ത്രത്തിന്റെ നേതാക്കൾ പറയുന്നു, where is poverty, there is anarchism, where is anarchism, there is communism. എങ്കിൽ ഇന്ത്യ രാജ്യത്ത് കമ്മ്യൂണിസം ഉണ്ടാകണ്ടേ? 47 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോ പട്ടിണി നാടാണ് ഇന്ത്യ, പട്ടിണി നാടാണ് ഭാരതം. ഒരു പിടി അരിക്ക് വേണ്ടി വേടാമ്പലിനെ പോലെ കാത്തിരിക്കുന്ന 33 കോടി ജനതയാണ്. എങ്കിൽ ഇന്ത്യ രാജ്യത്ത് കമ്മ്യൂണിസം ഉണ്ടാകണ്ടേ? എന്തുകൊണ്ട് കമ്മ്യൂണിസം ഉണ്ടായില്ല? കമ്മ്യൂണിസ്റ്റുകാർ ഇരുന്ന് തലമുണ്ടാക്കണ്ട, ആലോചിക്കണം. എന്തുകൊണ്ടാണ് ഇന്ത്യ രാജ്യത്ത് പച്ച പിടിക്കാതെ പോയത്? നിങ്ങൾ അവിശ്വാസികളുടെ പാർട്ടിയാണ്. നിങ്ങൾ ഈ രാജ്യത്ത് വർഗ പോരാളികളാണ്, വർഗ സംഘർഷത്തിന്റെ ആളുകളാണ്. നിങ്ങളെ ഇന്ത്യക്ക് വേണ്ട. ഇന്ത്യ രാജ്യം വിശ്വാസികളുടെ മണ്ണാണ്. ആ വിശ്വാസികളുടെ വിശ്വാസത്തെ സംരക്ഷിക്കാൻ സാധിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ ഇന്ത്യക്ക് ആവശ്യമുള്ളൂ എന്ന് ഇന്ത്യൻ ജനകോടികളുടെ തിരിച്ചറിവാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇന്ത്യ രാജ്യത്ത് വേരൂന്നാതെ പോയത് എന്ന യാഥാർത്ഥ്യം ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ജനാധിപത്യ മതേതര രാഷ്ട്രമായ ഇന്ത്യക്കകത്ത് അത് ഇനിയും ശക്തമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കണമെങ്കിൽ വർഗഫാസത്തെയും വർഗീയ ഫാസത്തെയും എതിർക്കാനും തകർക്കാനും നമുക്ക് സാധിക്കും. വർഗഫാസിസത്തെയും വർഗീയ ഫാസിസത്തെയും ഇന്ത്യയെ ഒരു ജനാധിപത്യ രാജ്യമായിട്ട് വളരെ ഡൈനാമിക് ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് എതിർക്കേണ്ട ആവശ്യമുണ്ട്. അതിന് നിലവിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് മാത്രമേ സാധിക്കുള്ളൂ എന്നാണ് ആവേശഭരിതമായിട്ടുള്ള ജനകോടികൾക്ക് മുമ്പിൽ അദ്ദേഹം നടത്തിയ ഈ പ്രസംഗത്തിൽ പറഞ്ഞു വെക്കുന്നത്. അപ്പം അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിശ്വാസികളുടെ പാർട്ടിയാണ്, അതുകൊണ്ടാണ് ഇവർക്ക് ഇന്ത്യൻ മണ്ണിൽ വേരൂന്നാൻ വേണ്ടിയിട്ട് സാധിക്കാതെ പോയത്. യുക്തി കൊണ്ട് മാത്രം കാര്യമില്ല, വെറും വിഡ്ഢികളായി മാറിത്തീരുന്നാണ് പറഞ്ഞു വെക്കുന്നത്. അല്പം വിശ്വാസവും വേണം. സത്യമാണ്. കാരണം ഇപ്പം എന്താ, ശബരിമല വിഷയത്തിൽ 2018 19 നടന്ന അന്ന് പാർട്ടി കൈക്കൊണ്ട തീരുമാനം, ആ തീരുമാനത്തിൽ നിന്ന് അവർക്ക് തിരിച്ച് കയറി 4 വർഷം എടുത്തില്ല. അതെ, തെറ്റുതിരുത്തേണ്ടി വന്നു. വിശ്വാസികൾക്കൊപ്പമാണ് നമ്മൾ എന്ന് പറയേണ്ടി വന്നു. ഏത്തമിട്ട് പറയേണ്ടി വന്നു. എന്താണ് അത് അർത്ഥമാക്കുന്നത്? അത് അർത്ഥമാക്കുന്നത് കമ്മ്യൂണിസ്റ്റ് തത്വശാസ്ത്രത്തിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന പരാജയങ്ങളെ കുറിച്ചല്ലേ? അത് സുധാകരൻ പറഞ്ഞതിൽ ഒരു ഫിലോസഫിക്കൽ ഡയമെൻഷനൂടെ ഉണ്ട്. ഇന്ത്യ വിശ്വാസികളുടെ രാജ്യമാണ്, അതുകൊണ്ടാണ് ഇവിടെ കലാപങ്ങൾ ഉണ്ടാകാത്തത്. ആ കൂട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, സസ്പീഷൻ ലീഡ്സ് ടു ഹേറ്റ്രഡ്സ്. സംശയം വിശ്വാസം ഇല്ലാതാകുമ്പോൾ അത് വെറുപ്പിന് വഴിമാറും. സസ്പീഷൻ ലീഡ്സ് ടു ഹേറ്റ്രഡ്, ഹേറ്റ്രഡ് ലീഡ്സ് ടു വാർ. വെറുപ്പ് എങ്ങോട്ട് അവസാനിക്കും? സംഘർഷത്തിലും യുദ്ധങ്ങളിലും അവസാനിക്കുന്നത്. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്ത്യ ഇവിടെ ആ കാലഘട്ടത്തിൽ, എൻ്റെ മുന്നിലും പഴയ കാലഘട്ടത്തിൽ നിന്നും നമ്മൾ ആർജിച്ചെടുത്ത ഒരു വിശ്വാസത്തിൻ്റെ ശക്തിയുണ്ട്. ഇത് കേവലം ദൈവവിശ്വാസം മാത്രമല്ല, പ്രപഞ്ചത്തിലുള്ള
പരിസ്ഥിതി ഇപ്പോൾ ഗംഗാനദി നമുക്ക് ദൈവമാണ്, എലിയും പൂച്ചയും പട്ടിയൊക്കെ ദൈവമാണ്. പ്രപഞ്ചത്തെ മുഴുവൻ ദൈവമായി കാണുന്ന ഒരു വിശ്വാസം, അചഞ്ചലമായ വിശ്വാസം, ആ വിശ്വാസം നമ്മൾക്ക് തരുന്നൊരു കരുത്തുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സംഘർഷത്തിനും പോകാതെ സമാധാനമായി കിടന്നുറങ്ങലാണ് നമ്മുടെ ഏറ്റവും നമുക്കൊന്നുറങ്ങാൻ പറ്റിയെങ്കിൽ എന്ന് നമുക്ക് വേവലാതിപ്പെടേണ്ട ആവശ്യമില്ല. നമ്മളെ ആരും രാത്രി ഒന്ന് വെട്ടിക്കൊണ്ട് പേടിക്കേണ്ട. രാഷ്ട്രീയത്തിൻ്റെ പേരിലോ മതത്തിൻ്റെ പേരിലോ അങ്ങനെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരെ നേരിടണം. അത് നേരിടാൻ പറ്റുന്ന ഏക പ്രസ്ഥാനം നാഷണൽ കോൺഗ്രസ്സാണ്. അതിൽ അത് പാർട്ടി തന്നെ അത് എന്തുകൊണ്ടാണ് അവർക്ക് തിരുത്തേണ്ടി വന്നത്? ശബരിമലയിൽ ഉള്ള വിഷയം ഹിന്ദു പണ്ഡിതർ തീരുമാനിക്കട്ടെ എന്നുള്ളതാണല്ലോ നിലവിൽ സർക്കാരിൻ്റെ നിലപാട്. ആ നിലപാടിലേക്ക് എത്തണമെങ്കിൽ അതിന് പിന്നിലുള്ള വലിയൊരു തിരിച്ചറിവുണ്ട്. അത് വിശ്വാസമില്ലാതെ ഈ നാട്ടിൽ പ്രവർത്തിക്കാൻ സാധിക്കില്ല എന്നതിൻ്റെ പുറത്താണല്ലോ. അല്ല, വിശ്വാസം ഇല്ലാതെ പ്രവർത്തിക്കാൻ പറ്റിയില്ലെന്ന് മാത്രമല്ല, അവർക്ക് അവരില്ലെങ്കിലും വിശ്വാസം വേണം. ഇപ്പോൾ കമ്മ്യൂണിസം പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഐഡിയോളജി കമ്മ്യൂണിസം പറയുന്നവർക്ക് കമ്മ്യൂണിസത്തിൽ വിശ്വാസം വേണം, കാറൽ മാർക്സ് വിശ്വാസം വേണം, മാനിഫെസ്റ്റോ വിശ്വാസം വേണം, വൈരുദ്ധ്യാത്മക ഭൗതികവാദ വിശ്വാസം. ഇതൊന്നും ഇല്ലാതെ കച്ചവടത്തിന് വേണ്ടി മാത്രം ഈ പുസ്തകം കൈപ്പിടിച്ചാലുണ്ടാക്കാം, മാനിഫെസ്റ്റോയും കൈപ്പിടിച്ചാലുണ്ടാക്കാം, എവിടുന്ന് കാശുണ്ടാക്കാം. അവർക്ക് അതിൻ്റെ അകത്ത് വിശ്വാസം നഷ്ടപ്പെട്ടു. കമ്മ്യൂണിസത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടൊരു തലമുറയാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ടാണ് റഷ്യക്ക് അത് പറ്റിയത്, എല്ലാ വിയറ്റ്നാമിന് അത് പറ്റിയത്, എല്ലാ രാജ്യങ്ങളും അങ്ങനെയാണ്. അപ്പോൾ ആ വിശ്വാസത്തിൻ്റെ ബലമാണ് ഇന്ത്യക്ക് നൽകിയിരിക്കുന്നത്. ആ വിശ്വാസത്തിൻ്റെ ബലം നൽകിയത് മഹാത്മാഗാന്ധിയാണ് ഒന്നാമത്തെയാണ്. ശ്രീബുദ്ധൻ അതിന് മുമ്പുണ്ട്, വിവേകാനന്ദനുണ്ട്. അപ്പോൾ അങ്ങനെ ഇവരാരും ആരെയും കൊല്ലാനോ യുദ്ധം ചെയ്യാനോ പ്രേരിപ്പിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും സന്ദർഭത്തിൽ, ചരിത്രത്തിൻ്റെ ഏതെങ്കിലും സന്ദർഭത്തിൽ മതപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി, സ്വത്തിനോ മറ്റാവശ്യങ്ങൾക്കോ വേണ്ടി യുദ്ധം ചെയ്യും, അല്ലാതെ എവിടെയെങ്കിലും യുദ്ധം ചെയ്യാൻ പോയിട്ടുണ്ടോ? മറ്റു രാജ്യങ്ങളുടെ സ്ഥിതി അതല്ല. ഇന്ത്യയിൽ ഒരു രാജാവും ഹിന്ദുമത പ്രചാരണത്തിന് വേണ്ടി വാളെടുത്ത് അയലോക്കത്തേക്ക് പോയിട്ടില്ല. നിങ്ങളെല്ലാം ഹിന്ദു ആണെന്ന് പറയാൻ വന്നിട്ടില്ല. ഹിന്ദു ആയില്ലേ നിങ്ങളുടെ തലവെട്ടിക്കളയെന്ന് പറയാൻ വന്നിട്ടില്ല. മറിച്ച് സഹിഷ്ണുത കൊണ്ട് ഇവിടെ മുസ്ലിം മുഗളന്മാർ വന്നു, ക്രിസ്ത്യൻസ് വന്നു, പോർട്ടുഗീസുകാർ വന്നു, സ്പാനിയാർഡ്സ് വന്നു. ഇവരെല്ലാം ഉൾക്കൊള്ളാൻ നമ്മുടെ ചുറ്റുവട്ടത്ത് അയലോക്കത്ത് ഒരു വീട് വെച്ച് നീ താമസിച്ചോളാൻ എന്ന് പറയാം. എന്തിന്? ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെട്ട ഇന്ന് ഇസ്രായേലിലെ ജൂതന്മാർ സുരക്ഷിതമായി കഴിഞ്ഞ ഏക രാജ്യമുണ്ടെങ്കിൽ അവരത് പറയും. അവരെ വേട്ടയാടാത്ത ഏക രാജ്യം ഇന്ത്യയാണ്, ഇന്ത്യ സംസ്കൃതിയാണ്. അവരെ വേട്ടയാടിയിട്ടില്ല. മട്ടാഞ്ചേരി വരെ ഉണ്ടായിരുന്നു, ആരും വരെ തല്ലാനും കൊല്ലാനും പോയില്ല. ലോകത്ത് അവരെ ഇട്ട് ഓടിക്കുകയായിരുന്നു. ആ സമയത്താണ് ഇവിടെ താമസിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ സംസ്കാരം. അത് ഹിന്ദുമതമെന്നോ ബുദ്ധമതമെന്നോ ജൈനമതമെന്നോ ഒന്നും പറയുന്നില്ല. ഇന്ത്യയുടെ സംസ്കാരം, ഈ മണ്ണിൻ്റെ സംസ്കാരം, ആ സംസ്കാരം ഇല്ലാതെ പോയതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ വേരറ്റ് പോയത്. ജി സുധാകരനെ വർഗവഞ്ചകനായിട്ട് മുദ്ര കുത്തുന്ന, അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വലിയ ആളുകളെയൊക്കെ വെച്ച് പ്രകടനം നടത്തുന്ന, TPA 51 വെട്ടി കൊല്ലുന്ന മമ്മൂട്ടിയെ ഒരു അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ വേട്ടയാടുന്ന സോഷ്യൽ ക്യാപിറ്റലാണ്, ആ പണം ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്, അല്ലാണ്ട് നിങ്ങളുടെ തറവാട് സ്വത്തല്ല എന്നൊരു അഭിപ്രായം പറഞ്ഞതിൻ്റെ പുറത്ത് ആക്രമിക്കുന്ന, അതേപോലെ കുഞ്ഞികൃഷ്ണനെ, ഇപ്പം ഗോവിന്ദനെ, ഇവരെയൊക്കെ മറ്റേ MN വിജയന്റെ മകന്റെ വീടിന്റെ മുമ്പിൽ റീത്ത് വെച്ചു. അപ്പം ഒരു അഭിപ്രായം പറഞ്ഞതിന്റെ പുറത്ത് അത് പരിശോധന വിധേയമാക്കുക കൂടി ചെയ്യാതെ ഇവരെല്ലാം വർഗവഞ്ചകരും പാർട്ടി ശത്രുക്കളുമാക്കി മാറ്റുന്ന ഈ തലച്ചോറ് പ്രവർത്തിക്കുന്ന ഒരു സർക്കാരിനെ അല്ലെങ്കിൽ ഒരു പാർട്ടിയെ വീണ്ടും അധികാരത്തിൽ കൊണ്ടുവരണമോ എന്നതായിരിക്കില്ലേ തീർച്ചയായിട്ടും ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ ശ്രദ്ധിക്കേണ്ട, ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അങ്ങനെ വെറുപ്പ് പ്രചരിപ്പിക്കുന്നവരെ വീണ്ടും അധികാരത്തിലേക്ക് കൊണ്ടുവരണമോ? വെറുപ്പ് അധികാരത്തിൽ കൊണ്ടുവരില്ല, ഒരിക്കലും അധികാരത്തിൽ വരാത്ത രീതിയിൽ തന്നെ ഇവരെ തിരിച്ചുവിടേണ്ടി വരും. പകരം അവിടെ വെറുപ്പിൻ്റെ സ്ഥാനത്തേക്ക് സഹിഷ്ണുത കൊണ്ടുവരാൻ പറ്റിക്കഴിഞ്ഞാൽ, സഹിഷ്ണുത എന്നുള്ള ആ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം. ഇപ്പൊ ആസിഫ് അലി പറഞ്ഞ പോലെ, നടൻ ആസിഫ് അലി പറഞ്ഞു, അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ള പാർട്ടി, അഭിപ്രായ സ്വാതന്ത്ര്യം തരുന്ന പാർട്ടി, അങ്ങനെ ഒരു പാർട്ടി അധികാരത്തിൽ വരട്ടെ എന്ന് സിനിമാ നടൻ ആസിഫ് അലി. കോൺഗ്രസ് വരട്ടെ, വേറെ പാർട്ടി ഇല്ലല്ലോ. ഞാനത് താങ്കൾ പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ. ആസിഫ് അലിയുടെ കമന്റാണ് മറ്റൊരാളുടെ അഭിപ്രായത്തെ പരിഗണിക്കാൻ പറ്റാത്ത ഒരാൾ. അത് നമുക്കിഷ്ടമില്ലാത്തായിരിക്കും പറയുന്നത്. ഞാൻ 2-2 4 എന്ന് പറഞ്ഞാൽ വേർത്ത് പറയും 3-1 4 2 ശരിയല്ലേ? ഞാൻ പറഞ്ഞാൽ ശരി, 2-2 4 ശരി ഞാൻ വാശി പിടിച്ചാലും അത്തരം തർക്കശാസ്ത്ര ആ തർക്കത്തിൻ്റെയും യുക്തിയുടെയും വഴിക്ക് പോകാതെ നമ്മൾ കണ്ടെത്തുന്ന സത്യങ്ങളെ അംഗീകരിക്കാൻ തയ്യാറാകുന്ന ഒരു മനസ്സ്, അങ്ങനെ ഒരു മനസ്സുണ്ടാകുമ്പോൾ സഹിഷ്ണുത തന്നെത്താൻ വരും. ഇത് മറ്റാരെങ്കിലും പറഞ്ഞ സത്യം കൊണ്ടാണ് നമ്മൾ.
അത് കാർൽ മാർക്സ് എഴുതി വെച്ചിരിക്കുന്ന സത്യം. അത്തരം സത്യം കൊണ്ട് നടക്കുമ്പോൾ സംഘർഷം ഉണ്ടാവും. കാരണം അത് നമുക്ക് മനസ്സിലാക്കിയില്ല പൂർണ്ണമായിട്ട്. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തകർച്ചയുടെ കാരണം. ആ തകർച്ച കേരളത്തിലൂടെ തകരുന്നു, ഇന്ത്യയിൽ അത് പൂർണ്ണമാകും. എന്തായാലും സഹിഷ്ണുത തന്നെയാണ്, സഹിഷ്ണുതയും സ്വാതന്ത്ര്യവുമാണ് ആവശ്യം. അതുകൊണ്ടാണ് നമ്മൾ അല്ലാതെ വെറുപ്പല്ല. ഉറപ്പല്ല.